നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അത് തുടങ്ങി 30 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാനെ വിവരം അറിയിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയെയാണ് എസ് ജയശങ്കർ ഇക്കാര്യം അറിയിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് 7 അർദ്ധരാത്രിയോടെയാണ് പാക് മണ്ണിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങൾ, അതായത് 9 ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് 30 മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിന് മുന്നറിയിപ്പ് നൽകിയതായാണ് വിദേശകാര്യമന്ത്രി പാർലമെന്റ് കമ്മിറ്റിയെ അറിയിച്ചത്. തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചതെന്ന് അറിയിച്ചിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് അരമണിക്കൂറിനുള്ളിൽ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ എന്ന് പാകിസ്ഥാന് വിവരം നൽകി. ഇസ്ലാമാബാദ് ആരംഭിച്ച ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നേരിട്ടുള്ള ആശയവിനിമയത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ജയശങ്കറിനെ ഉദ്ധരിച്ച് അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനിൽ നിന്നും ഉയർന്നുവരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയും ചർച്ച ചെയ്യുന്നതിനായി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ വിദേശകാര്യ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ യോഗം നടന്നത്. ഇന്നലെയാണ് മന്ത്രി തന്നെ എല്ലാ സ്ഥിതിഗതികളും വിശദീകരണം ചെയ്തത്. യോഗത്തിൽ കെ സി വേണുഗോപാൽ, മനീഷ് തിവാരി, മുകുൾ വാസ്നിക്, പ്രിയങ്ക ചതുർവേദി, അപരാജിത സാരംഗി, ഗുർജിത് സിംഗ് അതോടൊപ്പം ഉള്ള എംപിമാരും കൂടെയുണ്ടായിരുന്നു. ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വച്ചതെന്നും കൃത്യതയോടെയാണ് ഇന്ത്യ പ്രവർത്തിച്ചതെന്നും സംഘർഷം ഒഴിവാക്കാൻ പാകിസ്ഥാനെ ഉടൻ വിഷയം അറിയിച്ചിട്ടുണ്ട് എന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞുവെന്നാണ് അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അതൊരു കുറ്റകൃത്യമാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെ വലിയ രാഷ്ട്രീയവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. ഏപ്രിൽ 22 പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു. ആയുധധാരികളായ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തപ്പോൾ ബൈസരൻ താഴ്വരയിൽ കുടുംബത്തോടൊപ്പവും അല്ലാതെയും എത്തിയ ആളുകൾക്ക് നേരെ ആയിരുന്നു ആക്രമണം നടന്നത്. ആകെ 26 പേർ കൊല്ലപ്പെട്ടു. അതിലൊരാൾ നേപ്പാളി പൗരനായിരുന്നു. ഇതിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.